കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ട് പഴയ ബംഗളൂരു എഫ്സിയുടെ കോച്ചായിട്ടുള്ള ആഷ്ലി വെസ്റ്റ്വുഡിനെ നിയമിച്ചതിന് ശേഷം അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന ബാക്ക്റൂം സ്റ്റാഫിന്റെ കാര്യത്തിൽ ചെറിയൊരു ഉടച്ചുവാർക്കൽ നടത്തി എന്ന് വേണം വിശ്വസിക്കാൻ. ഗോൾ കീപ്പിംഗ് പരിശീലകനെയും പുതിയ ഗോൾ കീപ്പിംഗ് പരിശീലകനെയും അതിനോടൊപ്പം തന്നെ പുതിയ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചിനെ നിയമിക്കാൻ അദ്ദേഹം യാതൊരു മടിയും കാണിച്ചിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചായിട്ട് വെസ്റ്റ്വുഡ് വന്നതിന് ശേഷം ചെൽസ്റ്റൺ പിൻഡോയെ നിയമിച്ചിരിക്കുകയാണ്. പിൻഡോയെക്കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ടീമിലും ഇന്ത്യൻ സൂപ്പർ ലീഗിലും മറ്റ് ക്ലബ്ബുകളോടൊപ്പവും വളരെ ദീർഘകാലം സേവനം അനുഷ്ഠിച്ചതുകൊണ്ട് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് രംഗത്ത് ഇന്ത്യയിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള താരമായതുകൊണ്ട് ഇന്ത്യൻ താരങ്ങളുടെ സ്ട്രെങ്തും നെഗറ്റീവ്സും ഒക്കെ വളരെ നന്നായിട്ട് അറിയാം. സ്ട്രെങ്തും വീക്ക്നസ്സും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ചെൽസ്റ്റൺ. പിന്നെ ഗോൾ കീപ്പിംഗ് പരിശീലകനായിട്ട് ജിഗ്നേഷ് അൻറ്റാലയും നിയമിച്ചിട്ടുണ്ട്. അപ്പം ഇവരുടെയൊക്കെ പ്രവർത്തനം എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല. ജിഗ്നേഷ് അൻറ്റാലയും ഇന്ത്യൻ ഫുട്ബോളിൽ അത്യാവശ്യം ഗോൾ കീപ്പിംഗ് കോച്ചിങ് രംഗത്ത് അധികം വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പം ഇവർ വന്ന് മലമറിക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇവർ വന്നതിന് ശേഷം കാതലായിട്ടുള്ള എന്തെങ്കിലും മാറ്റം ഈ ഒരു ടീമിൻ്റെ പ്രകടനത്തിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്.